ഇപ്പം നമ്മുടെ സംസ്ഥാനം ധാതുക്കൾ കൊണ്ട് സമൃദ്ധമാണ്. ആ ധാതുക്കൾ സ്വകാര്യ ഖനനത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ ഘട്ടത്തിലും നാം എതിർത്ത കാര്യമാണ്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന നിലപാടാണ് കേരളം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിലപാടിലേക്ക് മാറുന്നു, കേന്ദ്ര ഗവൺമെന്റ് നയത്തിലേക്ക് മാറുന്നു. കോർപ്പറേറ്റുകൾക്ക് വഴിപ്പട് നിലവരുന്നു. നമ്മുടെ നാടിൻ്റെ പൊതുവായ ഒരു സ്വത്താണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ പോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഉടമസ്ഥയിലുള്ള പോർട്ടാണത്. നിശ്ചിത കാലം അദാനിക്കത് കൈവശം വെക്കാൻ അധികാരമുണ്ട് ഇപ്പോൾ ഉള്ള കരാറനുസരിച്ച്. പക്ഷെ അപ്പോഴും കേരള സർക്കാരിൻ്റെതാണ് ആ പോർട്ട്. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതിൽ കൺസെഷണർ എന്ന നിലക്ക് അദാനി വെച്ചിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിലുള്ള ഒരു വകുപ്പ് ഇതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം നിശ്ചിത ശതമാനത്തിന് മേലെ ഷെയർ കൊടുക്കുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. 25% ഷെയർ. ഇവിടെ ആ വ്യവസ്ഥ ലംഘിക്കുന്നു. 49% ഷെയർ മറ്റൊരു കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. തീരുമാനിക്കുക മാത്രമല്ല, ഞങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നുവെന്ന് കേന്ദ്ര ഏജൻസിയായ സെബിയെ അറിയിക്കുന്നു. എവിടുന്ന് കിട്ടി അദാനിക്ക് ഇത്ര ധൈര്യം? ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ടല്ലോ. ആ സംസ്ഥാന സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പാക്കി എന്നത് എങ്ങനെ വന്നു? എങ്ങനെയാ ധൈര്യം വന്നു? ഇതാണ് നാം കാണേണ്ട കാര്യം. ദുരൂഹത. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതോറും കൂടുതൽ കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ബോധ്യമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവായ ആളുകൾക്ക് പോലും ബോധ്യമാകുന്നില്ല. പലരും വ്യത്യസ്ത നിലപാടെടുക്കുന്നു. പല കാര്യങ്ങളിൽ ഇത് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ വരുന്നത്? എവിടെയാണ് സുതാര്യത മാഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും വിശ്വസിക്കുന്ന കള്ളക്കളികൾ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത്? ഇപ്പം നമ്മുടെ നാടിനെ തീർത്തും പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ വൈദ്യുതി രംഗം, ഇവയെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ആരോഗ്യരംഗം ഏറ്റവും യശസ്സോടെ നിന്ന കാലമാണിത്. വിദ്യാഭ്യാസ മേഖല വലിയ പുരോഗതി ആർജിച്ച ഘട്ടമാണിത്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. ആ ദുരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് നോക്കുന്നത്. വൈദ്യുതി മറ്റെല്ലായിടവും സ്വകാര്യവൽക്കരിച്ചതാണ്. ഇവിടെയാണ് പൊതുമേഖല. അപ്പോൾ തീർത്തും
തെറ്റായ നീക്കങ്ങൾ, ഇതിനെയെല്ലാം ശക്തമായി നേരിടേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊന്നും വിട്ടുവീഴ്ച കാണിക്കാനാവില്ല. വിട്ടുവീഴ്ച കാണിക്കാത്തത് UDF ഗവൺമെന്റ് ആയതുകൊണ്ടല്ല, വിട്ടുവീഴ്ച കാണിക്കാത്തത് കേരളത്തിന്റെ താല്പര്യത്തിനെതിരായതുകൊണ്ടാണ്. എങ്ങനെയാണോ കേരളം വളർന്നു വരേണ്ടത് അങ്ങനെയല്ല കേരളത്തെ വളർത്താൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിനെതിരായ, കേരളത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം ഇത്തരം കാര്യങ്ങളിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഒരു കാര്യം ആവിയായി പോയല്ലോ. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥയെക്കുറിച്ചായിരുന്നല്ലോ വൻതോതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴതാ CNTG-യുടെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 3 മാസത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം. ആ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മെയ് വരെ, മാർച്ച് വരെ ഇവിടെ അധികാരത്തിലിരുന്ന, പിന്നെ തെരഞ്ഞെടുപ്പാണല്ലോ, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ UDF അധികാരത്തിൽ വരുന്നു. LDF സർക്കാരിൻ്റെ, കഴിഞ്ഞ സർക്കാരിൻ്റെ സാമ്പത്തിക രംഗത്തെ പ്രവർത്തനം വളരെ മികവാർന്നതായിരുന്നു. അതുകൊണ്ട് കേരളം മെച്ചപ്പെട്ടിരിക്കുന്നു, വൻ നേട്ടം നേടിയിരിക്കുന്നു എന്നാണ് ഇപ്പോ CNTG-ക്ക് പോലും പറയേണ്ടി വന്നത്. ആ റിപ്പോർട്ട് ഇപ്പോ ഇവരെ കക്ഷത്തുണ്ട്. ഇതാണ് വസ്തുത. വസ്തുതകൾ ഓരോന്നായി പുറത്തു വരും. കേരളത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നടപടികളുമായി വന്നാൽ ഒരു സംശയവുമില്ല, ഞങ്ങൾ പിന്താങ്ങും. പക്ഷേ കേരളത്തിലെ താല്പര്യങ്ങൾക്കെതിരാണ് എല്ലാ നടപടിയും. അതുകൊണ്ട് തന്നെ ശക്തമായി അവയെ പ്രതിരോധിക്കേണ്ടതായി വരും. ആ പ്രതിരോധങ്ങൾക്ക് VS-ന്റെ സ്മരണ നമുക്ക് ഏവർക്കും കൂടുതൽ കരുത്ത് നൽകുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് VS-ന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.